പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെല്ലാ വൈദികരെയും സന്യസ്തരെയും സഭാ നേതൃത്വത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും, ഞങ്ങളുടെ വൈദികരെയും ഞങ്ങളുടെ സഭാ നേതൃത്വത്തെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിച്ച്, പരിശുദ്ധാത്മാവിനാൽ മാത്രം നിയന്ത്രിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആത്മാവിന്റെ വരദാനങ്ങളാലും ഫലങ്ങളാലും നിറച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വൈദികരെ, സന്യാസിനി സന്യാസിമാരെ, സമർപ്പിതരെ, എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ഹൃദയത്തിന് ചേർന്ന മക്കളെയാണ് ഈശോ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുക. ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവനെ ദാവീദിൽ ഞാൻ കണ്ടു. ആ ദാവീദിനെ പിന്നീട് ദൈവം വലിയ ശിക്ഷയിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ദാവീദിന്റെ പാപം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ദാവീദ് മാനസാന്തരപ്പെട്ട ദൈവത്തെ തിരിച്ചു വന്നൊക്കെ നമുക്ക് കാണാം. കർത്താവ് വൈദികരെ വിളിക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മക്കളായി ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിഷേകത്തില്, ആ ഒരു ചൈതന്യത്തില്, ആ ഒരു വിശുദ്ധിയില് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായ അഭിഷിക്തര്, സമർപ്പിതര് ജീവിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന് അതുപോലെ ഇഷ്ടപ്പെട്ട വൈദികർക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, സമർപ്പിതർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിക്കും. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പൗരോഹിത്യത്തിലൂടെ ഈശോ നൽകാൻ ആഗ്രഹിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ഇന്ന് പ്രത്യേകമായ വിധത്തില് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പരിശുദ്ധാത്മാവ അഭിഷേകം നമ്മുടെ അഭിഷിക്തരിലും സമർപ്പിതരിലും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട്, തീവ്രമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കും. അതായത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അഭിഷിക്തര്, സമർപ്പിതര്, അഭിവന്യ പിതാക്കന്മാര് നയിക്കപ്പെടണം. ദൈവത്തിന്റെ മക്കൾ റോമ 8:14 പറയുന്നത് പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. വലിയ ദൗത്യമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വൈദികര്, സമർപ്പിതര്, അഭിവന്യ പിതാക്കന്മാര് മറ്റൊരാത്മാവിനാലും നയിക്കപ്പെടാനോ നിയന്ത്രിക്കപ്പെടാനോ പാടില്ലാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞ് അവരെ ഏറ്റെടുത്ത് നയിക്കണം. ഒരഭിഷേകത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം പിശാച് വൈദികരും സമർപ്പിതരും അഭിവന്യ പിതാക്കന്മാരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പാടില്ലെന്ന് അതിശക്തമായി ആഗ്രഹിച്ചുകൊണ്ട് അവൻ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വീണുപോയ ഒത്തിരി വൈദികരും സമർപ്പിതരും അഭിവന്യ പിതാക്കന്മാരും ഇന്ന് വലിയ മറ്റാത്മാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയിലുണ്ട്. ലോകത്തിന്റെ രൂപി, സ്ഥാനമാനം, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികാസക്തി, സാമ്പത്തിക മോഹങ്ങള്, ലോകത്തിൻ്റെതായ ചില ബിസിനസ്സുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറയാതെ നമുക്കറിയാം. മദ്യപാനം, ജഡിക പാപങ്ങള്, അതിനുവേണ്ടിയുള്ള ഓടിപ്പാച്ചലുകള്, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നു, കേൾക്കുന്നു. കാരണം മറ്റു പല ആത്മാക്കളും, ഇത് പിശാചിന്റെ ഭയങ്കര ടാർജറ്റാ മക്കളെ. വൈദികരെ വീഴ്ത്തുക, സന്യസ്തരെ വീഴ്ത്തുക, അഭിവന്യ പിതാക്കന്മാരെ വീഴ്ത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കടയ്ക്കും മറ്റെല്ലാ പ്രാർത്ഥനകൾക്കും കാറോസായിക്ക് ഇടയിൽ നമ്മൾ പരിശുദ്ധ പിതാവിനും നമ്മുടെ രൂപതാധ്യക്ഷനും ഇടവക വൈദികർക്കും സന്യസ്തർക്കും വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടിയൊക്കെ എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ അതിശക്തമായി പ്രാർത്ഥിക്കാനുള്ള കാരണം അവരെ പിശാച് അതുപോലെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വൈദികരറിയണം,
സമർപ്പിത അറിയണം, അഭിവന്യ പിതാക്കന്മാരറിയണം. അതുപോലെ എളിമപ്പെട്ട് ജാഗ്രത പുലർത്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ അതുപോലെ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് പുരോഹിതരും സമർപ്പിതരും. ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക, പൗരോഹിത്യ സ്വീകരണ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടും. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, പൗരോഹിത്യത്തിൻ പദവി ദാസന്നേകണമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ പുരോഹിതനിലേക്ക് ആവശ്യപ്പിച്ചുകൊണ്ട് ജനം മുഴുവനും ചേർന്ന് പാടും. ഒത്തിരി ദൗത്യങ്ങൾ, സ്നേഹം നട്ടു വളർത്തിയിടുവാൻ, സമാധാനം പകർന്നിടുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ ഈ പുരോഹിതനെ അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, പൗരോഹിത്യത്തിൻ പദവി ദാസന്നേകണമേ. പ്രാർത്ഥിക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറച്ച് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ. യെശയ്യാ പുസ്തകത്തില് 61-ാം അധ്യായത്തില് 1 മുതൽ തിരുവചന ഭാഗത്തില് വിമോചനത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാം. അവിടെ പറയുന്ന കാര്യമുണ്ട്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം, സുവിശേഷം പ്രഘോഷിക്കാൻ, പിശാചികളെ ബഹിഷ്കരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതാണ് ലൂക്കാ 4-ല് ഈശോ ആദ്യം തന്നെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആ സിനഗോഗിൽ വെച്ച് പ്രസംഗിക്കുന്ന വലിയ കാര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനം നൽകുവാൻ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ മക്കളെ, ഈ ഒരു അഭിഷേകത്തിൽ നമ്മളുടെ വൈദികര്, വിളിക്കപ്പെട്ടവര്, അഭിവന്യ പിതാക്കന്മാര് നിറയപ്പെട്ടാലേ ഈ ദൗത്യം അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ കഷ്ടമേ എന്ന് പറയട്ടെ, ഇന്ന് മറ്റു പല അരൂപികളാണ്. ഇതിനെ സാധിക്കണമെങ്കിൽ തമ്പുരാന്റെ കൂടെ ഇരിക്കണം. അതാ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറഞ്ഞ 2 തിമോത്തി 1:6, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണം. പൗരോഹിത്യത്തിലൂടെ ലഭിച്ച ദൈവിക വരമുണ്ട്. കുദാശയാകുന്ന തിരുപ്പട്ടമെന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകവും സ്വർഗത്തിന്റെ വരദാന ഫലങ്ങളും കൊണ്ട് നിറയപ്പെട്ട് ആ അധികാരം ഏറ്റെടുത്തപ്പോ ആ ദൈവിക വരത്തെ ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ വൈദികർ നയിക്കപ്പെടണം. പ്രിയപ്പെട്ട മക്കളെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വൈദികര് എല്ലാ ദിവസവും ദിവ്യകാരന് മുമ്പിൽ ഇരുന്ന് കർത്താവെ, തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ എനിക്ക് ലഭിച്ച ദൈവിക വരം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഒത്തിരി ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്നിലേക്ക് ചൊരിയപ്പെട്ട ആ ദൈവിക വരം ഇന്ന് എന്നിൽ ജ്വലിക്കട്ടെ, ഇന്ന് എന്നിൽ ജ്വലിക്കട്ടെ എന്ന് അനുദിനവും പ്രാർത്ഥിച്ച് ഈ അഭിഷേകത്താൽ നിറയപ്പെട്ട് ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ട് നയിക്കുന്ന അനേകം വൈദികര്, സമർപ്പിതര്, അഭിവന്യ പിതാക്കന്മാര് സഭയിൽ ഉണരാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇത് നിസ്സാര കാര്യമല്ല. കർത്താവ് നിയോഗിച്ച് വിട്ടവരാണ് ഇവരെന്നല്ല, ഞങ്ങള് വൈദികര്, സമർപ്പിതര്, അഭിവന്യ പിതാക്കന്മാര്. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ ഉയർത്തി നിർത്തുക എന്നുള്ളത് ജനത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പന്തക്കുസ്ത കഴിഞ്ഞ ഉടൻ തന്നെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭാ നേതൃത്വത്തിന് വേണ്ടി ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമക്കളായി നമ്മെ ദൈവം ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ തലമുറയുടെയും ഈ ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി അനേക വൈദികർ ഉണരണം. സഭാ നേതൃത്വം ഉണരണം. വൈദികരെ സമർപ്പിതരെ ഉണരണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ. അതിനുവേണ്ടി കർത്താവ് വിളിച്ച കർത്താവിന്റെ ദൗത്യം ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും വിമോചനത്തിന് സദ്വാർത്തയും
ആ സദ്വാർത്തയുടെ അനന്തര ഫലങ്ങളും അനേകരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവം വിളിച്ചത് വൈദികരെയും അഭിമന്യ പിതാക്കന്മാരെയും സന്യസ്തരെയുമാ. അതുകൊണ്ട് ആ ഒരു അഭിഷേകം ലഭിച്ച ദൈവവരം, ദൈവിക വരപ്രസാദം, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ ഈ ദാസരില്. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ച പൗരോഹിത്യവും സമർപ്പണ വ്രതബദ്ധമായ ജീവിതവും അഭിമന്യ പിതാക്കന്മാരുടെ ജീവിതവും പരിശുദ്ധ പിതാവിന്റെ ജീവിതവും ഈ കാലഘട്ടത്തിൽ അതുപോലെ പരിശുദ്ധാത്മാവിനാൽ മാത്രം, ആ മാത്രത്തെ ഞാൻ സ്ട്രെസ് ചെയ്യാണ്, വേറെ ഒരു ആത്മാവ് നയിക്കാൻ പാടില്ല. അതുപോലെ പ്രാർത്ഥിക്കണം, ജനം പ്രാർത്ഥിക്കണം. മാത്രമല്ല വൈദികരും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്തവ്യെന്ന് പറയട്ടെ മക്കളെ, ഇന്ന് നമ്മുടെ വൈദികർക്കും സമർപ്പിതർക്കും പ്രാർത്ഥന കുറഞ്ഞു. ഈ വീണ്ടും ജ്വലിപ്പിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞ വീണ്ടും ജ്വലിപ്പിക്കുന്ന ആ വലിയൊരു ജ്വലിപ്പിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ല, അതൊക്കെ കുറഞ്ഞുപോയി. വേറെ പല വ്യാപാരങ്ങള്, വേറെ പല പല കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ഒത്തിരി മക്കളെ പിശാച് ഏറ്റെടുത്ത് പിശാചനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, ലോകാരൂപിയാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന വലിയ പൈശാചിക കെട്ട്, ബന്ധനം, ആധിപത്യം, അധികാരം എന്ന് വേണമെങ്കിൽ പറയാം, ഈ മേഖലയിൽ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ സംഭവങ്ങൾ അച്ഛനെ പലരും വിളിക്കാറുണ്ട്. ഒത്തിരിയേറെ കാര്യം ഞാൻ പറയുന്നില്ല. പല വൈദികരെ കുറിച്ചും പല സന്യസ്തരെ കുറിച്ചും പലരും പറഞ്ഞു വിളിക്കാറുണ്ട്. പല മേഖലകളെ കുറിച്ചാന്ന് അച്ഛൻ പറയുന്നില്ല. മക്കളെ, നിങ്ങൾക്കറിയാം, പലരും പെട്ടുകിടക്കുന്ന വൈദികര് ലോകാരൂപിയിലെ സാമ്പത്തിക മോഹത്തില്, മദ്യപാനത്തില്, ജഡിക പാപത്തില്, തെറ്റായ കൂട്ടുകെട്ടുകളില്, സിനിമയില്, മറ്റു പല പറയാം ഫോൺ വിളികളില്, ജഡികമായ സിനിമകളില് ഒക്കെ അടിമപ്പെട്ട് കിടക്കുന്ന അനേക വൈദികരെ കുറിച്ച്, സമർപ്പിതരെ കുറിച്ച് അനേകർ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനമായി, ശക്തിയായി പിശാചിന്റെ പ്രവൃത്തിയായിട്ട് കടന്നു. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അഭിമന്യ വൈദികരും പിതാക്കന്മാരും സമർപ്പിതരും ഞങ്ങൾ നിങ്ങളുടെ മക്കളാണ്. ഞങ്ങൾ ഉയർന്നു നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, വിളിക്കപ്പെട്ട വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ അതിശക്തമായി പ്രാർത്ഥിക്കും. ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, പൗരോഹിത്യത്തിൻ പദവി ഈ ദാസർക്കേകി പരിശുദ്ധാത്മാവെ വീണ്ടും ജ്വലിപ്പിക്കണം. ഒരു പുതിയൊരു പെന്തക്കോസ്ത, ഒരു പുതിയൊരു അഭിഷേകം, ഒരു പുതിയൊരു ശക്തി നമ്മുടെ വൈദികരില്, സമർപ്പിതരില്, അഭിമന്യ പിതാക്കന്മാരൊക്കെ നിറയപ്പെടാൻ വേണ്ടി ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ജപമാലകള്, കരുണയുടെ ജപമാല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ സ്ഥാനത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന മക്കളൊക്കെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് അവിടുത്തെ ഹൃദയത്തിനിണങ്ങിയ മക്കളായിട്ട് വിളിക്കപ്പെട്ട വൈദികരും സമർപ്പിതരും അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കാനും, നയിക്കപ്പെടാനും, നിയന്ത്രിക്കപ്പെടാനും ഇടയാകത്തക്ക വിധം ജീവിക്കാനും, അഭിഷേകം ലഭിക്കാനും മറ്റൊരാത്മാവും നമ്മുടെ പ്രിയപ്പെട്ടവരെ നയിക്കാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പൗരോഹിത്യത്തിലൂടെ കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വിടുതലും വിമോചനവും സ്വാതന്ത്ര്യവും സൗഖ്യവും വിജയവും എല്ലാം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പുരോഹിതർ ഉണരട്ടെ, ദൗത്യം പൂർത്തിയാക്കട്ടെ, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യാനുസ്ഥാനത്തിലായിരിക്കാം. നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയം, ഇന്ന് +2 റിസൾട്ടൊക്കെ അറിഞ്ഞു. ഇനി മറ്റു പഠനാർത്ഥങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും ഒത്തിരി പരീക്ഷകൾ, ACC അങ്ങനെ ഒത്തിരി പരീക്ഷകൾക്ക് വേണ്ടി ഒത്തിരി മക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പഠനം, ജോലി, ഭാവി, ഇന്റർവ്യൂ, വിദേശത്തേക്കുള്ള പോകാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ് ഇടപെടും, കർത്താവ് അനുഗ്രഹിക്കും. തടസ്സങ്ങളെല്ലാം മാറിപ്പോക്കട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. പൗരോഹിത്യത്തിന്റെ വിമോചനത്തിന്റെ സദ്വാർത്ത കർത്താവിലൂടെ അനേകരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും
ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവസങ്ങളിൽ അങ്ങയുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരഭിഷേകത്തിൽ കത്തിച്ചൊലിക്കുവാൻ വേണ്ടി അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് നാനാഭാഗങ്ങളിൽ ഇരുന്ന് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിമോചനത്തിനും, ഞങ്ങളുടെ വിടുതലിനും, ഞങ്ങളുടെ പാപമോചനത്തിനും, ഞങ്ങൾ ജീവൻ പ്രാപിക്കാനും, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അതിനുവേണ്ടി അങ്ങയുടെ പുരോഹിതർക്ക് നൽകുന്നത് വലിയ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറച്ച് അങ്ങയുടെ പൗരോഹിത്യത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ആ പൗരോഹിത്യ അഭിഷേകത്തില് പരിശുദ്ധാത്മാവിനെ കത്തിച്ചൊലിച്ച്, പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച്, പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകം പൗരോഹിത്യത്തിന്, അഭിവന്യ പിതാക്കന്മാർക്ക്, സന്യസ്തർക്ക്, വിളിക്കപ്പെട്ട മക്കൾക്ക് നൽകി കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പിശാച് ഞങ്ങളുടെ അഭിഷിക്തരെ, സമർപ്പിതരെ നശിപ്പിക്കാൻ വേണ്ടി അതിശക്തമായി നടക്കുന്നു എന്ന സത്യം അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തരികയാണല്ലോ. ബലഹീനരാണ് കർത്താവേ, കുറവുകളുള്ളവരാണ്. എന്നാലും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വീണ്ടും ശക്തിപ്പെടുത്തി ഓരോരോ ദൗത്യത്തിനു വേണ്ടി അവരങ്ങ് നിയോഗിക്കുമ്പോ കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ മാത്രം ഞങ്ങളുടെ അഭിഷിക്തർ നയിക്കപ്പെടട്ടെ. അതിനായിട്ട് ഒരു പുതിയ പന്തക്കുസ്താനുഭവം കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഞങ്ങളുടെ വൈദികർക്ക്, സമർപ്പിതർക്ക്, അഭിവന്യ പിതാക്കന്മാർക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ പന്തക്കുസ്തായുടെ വലിയ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെല്ലാം നിറഞ്ഞ് കരുത്തോടെ, ശക്തിയോടെ വചനം പ്രഘോഷിച്ച് ശക്തി പ്രകടമാക്കി പിശാചികളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തിയ ആ വലിയ അഭിഷേകം ഞങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്. ആ വലിയ അഭിഷേകം കർത്താവേ, ഞങ്ങളുടെ പുരോഹിതരില്, സമർപ്പിതരില്, അഭിവന്യ പിതാക്കന്മാരില് ഈ കാലഘട്ടത്തില് നിറയട്ടെ എന്ന് ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു പന്തക്കുസ്താദിനമാകട്ടെ, ഇന്ന് അഭിഷേക കൊടുങ്കാറ്റ് ആഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൽ കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ സമർപ്പിതരെയും നമുക്ക് സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള 4 ലക്ഷത്തോളം വരുന്ന വൈദികര്, 9 ലക്ഷത്തോളം വരുന്ന സമർപ്പിതര്, അഭിവന്യ പിതാക്കന്മാര്, പരിശുദ്ധ പിതാവ്, വിളിക്കപ്പെട്ട എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവക വികാരിമാരെ സമർപ്പിക്കാം. ഇടവകയിലുള്ള കോൺവെന്റുകളെ സമർപ്പിക്കാം. സന്യാസ ഭവനങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിളിക്കപ്പെട്ട വൈദികരെ, സമർപ്പിതരെ സമർപ്പിക്കാം. നമുക്ക് മാമോദിസ നൽകിയവരെ മുതൽ കുദാശകൾ നമ്മെ അനുഗ്രഹിച്ച എല്ലാ വൈദികരെ സമർപ്പിക്കാം. ഈ കാലഘട്ടത്തില് പിശാചിനെതിരെ ശക്തമായ പോരാട്ടത്തില് വിമോചനത്തിന്റെ വലിയ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആ വലിയ അഭിഷേകത്താല് എല്ലാ വൈദികരും, വിളിക്കപ്പെട്ട അഭിഷിക്തരും സമർപ്പിതരും നിറയപ്പെടാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, പുതിയൊരു പന്തക്കുസ്താദിനമാകട്ടെ, ഇന്ന് അഭിഷേക കൊടുങ്കാറ്റ് ആഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൽ കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. എല്ലാ പുരോഹിതരുടെ മേലും, എല്ലാ സമർപ്പിതരുടെ മേലും, എല്ലാ അഭിവന്യ പിതാക്കന്മാരുടെ മേലും പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. പുതിയ പന്തക്കുസ്ത വലിയ ശക്തി ഇന്നേ ദിനം വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി, അഗ്നി
എല്ലാവരിലും ആളി കത്തട്ടെ, കത്തി ജ്വലിക്കട്ടെ, പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അവർക്ക് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരു രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ബലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും, പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദിക രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പൗരോഹിത്യത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വിമോചനവും വിടുതലും ശക്തിയും സൗഖ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകത്തക്ക വിധം കർത്താവിൻ്റെ ആത്മാവിനാൽ നിറച്ച് എല്ലാ വൈദികരെയും സമർപ്പിതരെയും എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും ഈ കാലഘട്ടത്തിൽ സഭയിൽ പുതിയ പന്തക്കുസ്ത അനുഭവത്തിൽ നിറച്ചനുഗ്രഹിക്കണമേ. വീണ്ടും അവർ ശക്തി പ്രാപിക്കട്ടെ. ദൗത്യം പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവേ അവരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസർക്കേകണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെയും പൗരോഹിത്യത്തിലൂടെ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൃപയും വിടുതലും സൗഖ്യവും വിമോചനവും ജീവന്റെ സമൃദ്ധിയും രക്ഷയും ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളുടെ വൈദികരെയും സമർപ്പിതരെയും അഭിവന്യ പിതാക്കന്മാരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിളിക്കപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും പൗരോഹിത്യത്തിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്ന കൃപകൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി ഈശോയെ.